സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ ധാരാളം വ്യക്തികളുമായിട്ട് ഇടപഴകുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാനും നിങ്ങളും പ്രതികരിക്കുന്നത്? കുറ്റപ്പെടുത്തലുകൾ അകറ്റുകയുള്ളൂ, ഒരിക്കലും അടുപ്പിക്കില്ല സഹോദരങ്ങളെ. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ഒരിക്കലും ദമ്പതിമാരെ തമ്മിൽ അടുപ്പിക്കില്ല, അത് അകറ്റുകയുള്ളൂ. ഇനി നല്ല സുഹൃത്ത് ബന്ധങ്ങളാണെന്ന് ഓർക്കുക, അവിടെയും ഈ കുറ്റപ്പെടുത്തലുകളുണ്ടെങ്കിൽ അവ ആ സുഹൃത്തുക്കളെ എന്നേക്കുമായിട്ട് അകറ്റിക്കളയുള്ളൂ പ്രിയപ്പെട്ടവരെ. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ സ്വാഭാവികമാണ്, കുറ്റപ്പെടുത്താൻ തോന്നും. നമ്മുടെയൊക്കെ വിചാരങ്ങൾ പോലും യുക്തികൾ പോലും കുറ്റപ്പെടുത്താനായിട്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കും. എന്നാൽ ഈ സാഹചര്യത്തിൽ സംയമനത്തോടെ ജീവിതത്തെ നേരിടുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ചിലരൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അച്ചോ, കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച വ്യക്തികൾ, മനസ്സ് തുറന്ന് എല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുത്ത വ്യക്തികൾ, അവർ കൂടെ നിൽക്കാതെ വന്നപ്പോൾ, അവർ നമ്മെ ഒട്ടും മനസ്സിലാക്കാതെ വന്നപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ആ സമയത്തൊക്കെ ശക്തിയേറിയ വാക്കുകളിലൂടെ അവരെ കുറ്റപ്പെടുത്തി, ചിലപ്പോഴൊക്കെ അവരെ മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവര് പതുക്കെ പതുക്കെ അകന്നുപോയി. പിന്നെ വലിയ ദുഃഖവും വേദനയും വീണ്ടും വീണ്ടും അവരെ കൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ എന്തു ചെയ്തു? പ്രത്യേകിച്ച് വാട്സപ്പിലൂടെയും അതുപോലുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ വലിയ വേദന കൊടുക്കുന്ന, മുറിപ്പെടുത്തുന്ന മെസ്സേജസ് ഒക്കെ അയച്ചു. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി. അവരെന്തെങ്കിലും തിരിച്ചു വരുമെന്ന് വിചാരിച്ചുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തേ. പക്ഷേ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം അകന്നുപോയി എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമുക്കറിയാലോ, വലിയ വേദന ദുഃഖമൊക്കെ ഉണ്ടാകുമ്പം കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവരെ നിൽക്കാതെ വന്നു കഴിയുമ്പോൾ, ഒരു സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്ന ഒരു സപ്പോർട്ട് തരാതെ വന്നു കഴിയുമ്പം, നമ്മെ മനസ്സിലാക്കാതെ വന്നു കഴിയുമ്പം നമുക്കൊക്കെ ഇങ്ങനെയുള്ള വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമോ? ഞാൻ മേൽപ്പറഞ്ഞ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി പറഞ്ഞത് ഇപ്രകാരമാണ്. ഞാൻ ഓർക്കുക, ജീവിതത്തിൽ ഒന്ന് സംയമനം പാലിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് അനുഭവിക്കുന്ന മാനസിക ക്ലേശം, വേദന അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു എന്ന്. അന്ന് ഞാൻ ഒന്ന് നിശബ്ദമായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു, പ്രതികരിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. കാലഘട്ടങ്ങൾ, അത് സമയം എന്നെ സ്വാന്തനിപ്പിക്കും. പിന്നെ എൻ്റെ ദുഃഖങ്ങളും വേദനകളും അവരിൽ നിന്ന് കിട്ടാത്തതെല്ലാം ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുമ്പം എൻ്റെ ദൈവത്തോട് ഞാൻ ഏറ്റുപറഞ്ഞായിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു, അവിടെ അത്ഭുതം കാണുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ എനിക്കങ്ങനെ സാധിച്ചില്ല. ഞാൻ എല്ലാം ചെയ്തു, അവർക്ക് വേണ്ടി നിലകൊണ്ടു. അതെ, ന്യായവും യുക്തിയുമൊക്കെ ആ വ്യക്തിയുടെ കൈകളിലുണ്ട്. പക്ഷേ സംഭവിച്ചതെന്താ? എന്നേക്കുമായി അകന്നു പോകുന്ന നിമിഷം. വലിയ വേദനയോടെ, വലിയ ദുഃഖത്തോടെ അദ്ദേഹം അത് പങ്കുവച്ചു. ഞാൻ പറഞ്ഞു, വേദനിക്കേണ്ട, വിഷമിക്കേണ്ട, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിക്കും സഹോദര എന്ന്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷേ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ മെസ്സേജുകൾ കൊണ്ട് ആരെങ്കിലും നമ്മിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, വേദനയോടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവരെയൊക്കെ തിരിച്ചു പിടിക്കുവാനായിട്ട്, നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ വീണ്ടെടുക്കുവാനായിട്ട്, അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം കൊടുക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും സഹോദരങ്ങളെ. അങ്ങനെ സാധിക്കണമെങ്കിൽ ആ വ്യക്തികൾക്ക് വേണ്ടി, ആ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അവർക്ക് വലിയ പ്രാർത്ഥന ആവശ്യമാണ് എന്നുള്ളതാണ്. ആ വ്യക്തികളെ, കുടുംബങ്ങളെ
നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ആ വ്യക്തികളും കുടുംബങ്ങളും വന്നു കഴിയുമ്പം അവർക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ വലിയൊരു പരിവർത്തനം വരും. പിന്നെ ദൈവം അവിടെ ഇടപെട്ടുകൊള്ളും. അവരെയും ചേർത്ത് നിർത്തി ജീവിക്കുവാനായിട്ട് സാധിക്കും.